നമസ്കാരം. ഇന്നലത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവർ മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന 2 പദ്ധതികൾ അത് നടപ്പിലാക്കിയതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഒന്ന്, ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ കൂട്ടിയതും, രണ്ടാമത്തേത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ചെയ്യാം എന്നുള്ളതുമാണ് അടുത്ത മാസം 15-ാം തീയതി മുതൽ. പക്ഷേ ഇതിനെതിരെ അന്തം കമ്മികൾ ഉൾപ്പെടെ പലരും വിമർശനവുമൊക്കെയായി വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ഈ ബാലഗോപാലിൻ്റെ ഒരു വിമർശനമാണ്. അദ്ദേഹം ചില കണക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ കുറിപ്പ് പിന്നീട് അത് വലിയ രീതിയിലൊക്കെ വാർത്തയാവുകയും ചെയ്തു. മല എലിയെ പ്രസവിച്ചതുപോലെയാണ് വി.ഡി. സതീശൻ 3000 രൂപ ആശാവർക്കർമാർക്ക് പ്രഖ്യാപിച്ചത് എന്നാണ് ഈ KN ബാലഗോപാലിൻ്റെ അവകാശവാദം, പരിഹാസം. എന്തായാലും കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാസങ്ങളോളമാണ് ആശാവർക്കർമാർ തുച്ഛമായ വേതന വർധനവിന് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളോളം സമരമിരുന്നത്. രാവെന്നില്ലാതെ പകലെന്നില്ലാതെ വെയിലും മഴയുമെന്നില്ലാതെയാണ് അവർ സമരമിരുന്നത്. എന്തെല്ലാം സമരമുറകൾ അവർ പരീക്ഷിച്ചു. തലമുണ്ടനം ചെയ്തും പൊട്ടിക്കരഞ്ഞും പട്ടിണി കിടന്നുമൊക്കെ അവർ സമരം ചെയ്തു. ഒരു CPM-കാരനും അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരാളും അവരോട് അനുകമ്പ കാണിച്ചില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ്റെ മൂക്കിൻ്റെ തുമ്പിലാണ് ഈ മാസങ്ങളോളം ഈ സമരം നടന്നത് എന്നുകൂടി ഓർക്കണം. സ്ത്രീകളാണ്, വയസ്സായവരാണ്, അംഗവൈകല്യം ബാധിച്ചവരുണ്ട്, രോഗങ്ങളുള്ളവരുണ്ട്. അവരൊക്കെയാണ് ഇത്തരത്തിൽ മാസങ്ങളോളം സമരം ചെയ്തത്. ഒരു ദിവസം പുലർച്ചെ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ മഴ നനയാതിരിക്കാനായി വലിച്ചു കെട്ടിരുന്ന ടാർപോളിൽ പോലും പോലീസുകാർ അഴിച്ചുകൊണ്ടുപോയി. ആ മഴയത്ത് നിൽക്കേണ്ട ഒരവസ്ഥ കേരളത്തിലെ സമൂഹം ഒന്ന് ചിന്തിക്കണം. ജനസമൂഹം എത്ര ക്രൂരന്മാരാണ് ഇവരെന്ന്. അത് മാത്രമല്ല, ഇവരെ അന്ന് പരിഹസിച്ച ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ആറന്മുള മത്സരിച്ച് തോറ്റ വീണ ജോർജ് അവരെ പരിഹസിക്കുന്ന ഒരു നിലപാടാണ് അന്ന് എടുത്തത്. ഇപ്പോൾ ഇതാ ബാലഗോപാലും ഇത്തരത്തിൽ പരിഹാസവുമായി ഇറങ്ങിയിട്ടുണ്ട്. 3000 രൂപ അധികാരമേറ്റെടുത്ത അന്ന് തന്നെ പ്രഖ്യാപിക്കാനുള്ള മനസ്സെങ്കിലും വി.ഡി. സതീശൻ്റെ സർക്കാർ കാണിച്ചു. അതിന് അഭിനന്ദനങ്ങൾ. ഈ 3000 രൂപ ഒരു പക്ഷേ ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയൊരു തുകയായിരിക്കാം, കാരണം കോടീശ്വരനാണല്ലോ. പക്ഷേ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ആ 3000 രൂപ വലിയൊരു തുക തന്നെയാണ്. എന്തായാലും ഇതേക്കുറിച്ച് ബാലഗോപാലിനെക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് G. ശക്തിധരൻ ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ചില പല പഴയ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ബാലഗോപാലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബാലഗോപാൽ ഈ പോസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. ബാലഗോപാൽ ഊഷിയടിക്കാൻ ബിരുദൻ എന്ന തലക്കെട്ടിലാണ് G. ശക്തിധരൻ തൻ്റെ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഊഷിയടിക്കാൻ ബിരുദനാണ് മുൻ മന്ത്രി KN ബാലഗോപാൽ. ആശാവർക്കർമാർക്ക് വി.ഡി. സതീശൻ മന്ത്രിസഭ അതിൻ്റെ പ്രഥമ യോഗത്തിൽ തന്നെ പ്രതിമാസ ഓണറേറിയം 3000 രൂപ കൂട്ടിയപ്പോൾ അതിനെ പുച്ഛിക്കാൻ മനസാക്ഷി കുത്തില്ലാത്ത ഒരു നൃശംസനാണോ KN ബാലഗോപാൽ? ഇങ്ങനെയുണ്ടോ മനുഷ്യർ? ഇതേ CPM കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ടീച്ചർ ഈ തീരുമാനത്തെ നിരുപാധികം പ്രശംസിച്ചത് ഈ കിടു കേട്ടില്ലായിരുന്നു. പണത്തിൻ്റെ നിഗളിപ്പാണ് ഇതിൽ കാണുന്നത്. KN ബാലഗോപാലിന് കോടാനുകോടി രൂപയുടെ സ്വത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്വാറി രാജാവാണ്. ഏത് ഭരണം വന്നാലും ആരെയും ഭയക്കണ്ട. ED വന്ന് പൊക്കിയാലും നിൽക്കാനറിയാം. ഏഴകളായ ആയമാർ അങ്ങനെയല്ലല്ലോ, അവർ നിസ്വരാണ്. CPM-ൽ നിന്ന് പുറത്തു വന്നതിനു ശേഷം ഒരു കാലത്തും ഒരു വരി പോലും ഞാൻ KN ബാലഗോപാലിനെതിരെ എഴുതിയിട്ടില്ല. പാർട്ടിയിൽ എല്ലാം വലിച്ചെറിഞ്ഞ് പാർട്ടിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങിയവർ ഈ മുക്കുപണ്ടത്തെ പൊളിച്ചടുക്കിയപ്പോഴും ഞാൻ മാറി നിന്നത് MV ഗോവിന്ദനെ പോലെ അസാൻമാർഗിക പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളല്ലല്ലോ KN ബാലഗോപാൽ എന്ന വിശ്വാസം കൊണ്ടാണ്. എന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ എന്നത് ബാലഗോപാലിന് അറിയാമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പാർട്ടി ആസ്ഥാനത്തിൻ്റെ പോലും മഹത്വവും പരിശുദ്ധിയും കളഞ്ഞുകുളിച്ച സെക്രട്ടറിയുടെ താമസ കേന്ദ്രത്തിലെ ലീലാവിലാസങ്ങൾ ഇവിടെ കൂടുതൽ വിവരിക്കേണ്ടതില്ലല്ലോ. കാണാൻ പാടില്ലാത്തത് കണ്ടതുകൊണ്ട് കത്തെഴുതി വയ്ക്കുന്നു എന്നാണല്ലോ 40 വർഷത്തിലേറെ ഒപ്പം സേവിച്ചവൻ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വച്ചിരുന്നത്. അതുമായി താരതമ്യം ചെയ്യുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മനല്ലേ എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ബാലഗോപാൽ എൻ്റെ ആക്രമണോത്സുകതയിൽ നിന്ന് പുറത്തായിരുന്നത്. മാത്രമല്ല, കൊല്ലത്ത് അഡ്വക്കേറ്റ് ആയിഷ പോറ്റി പാർട്ടിയിൽ നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടി കോൺഗ്രസ് പതാക എടുത്തണിയുന്നത് കണ്ടപ്പോൾ അതിനെതിരെ ദേശാഭിമാനി എഴുതിയതിലും നിശിതമായ ഭാഷയിൽ പ്രതികരിച്ചയാളാണ് ഞാൻ. അഡ്വക്കേറ്റ് ആയിഷ പോറ്റി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് എതിർ പാർട്ടിയുടെ പതാക എടുത്ത് പൊടുന്നനെ അണിയുന്നതിലായിരുന്നു എൻ്റെ വിയോജിപ്പ്. അത് എൻ്റെയും ചങ്കായ NS കെട്ടിപ്പടുത്ത പാർട്ടിയെ അധിക്ഷേപിക്കുന്നതായിരുന്നു. അത് കണ്ടു നിൽക്കാനാകില്ല എനിക്ക്.
അതുകൊണ്ടാകും എൻ്റെ പ്രതികരണത്തിന് ലക്ഷത്തിലേറെ പേരുടെ പിന്തുണ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത്. അത് എനിക്കുള്ള പിന്തുണയല്ല. കടത്തുവഞ്ചിയിൽ തൊണ്ടിൻകെട്ടുകളുമായി പുഴയിലൂടെ സഞ്ചരിക്കുമ്പോഴും ഏഴകൾക്ക് ഒരു സുദിനം സ്വപ്നം കണ്ടിരുന്ന NS എൻ്റെ ഗുരുത്വം മാത്രമേ അതിൽ ഉൾച്ചേർന്നിരുന്നുള്ളൂ. NS എവിടെയോ ഇരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാകും. പക്ഷേ ഇന്ന് ആശാസമരത്തെ ശവത്തിൽ കുത്തും പോലെ ബാലഗോപാൽ പുച്ഛിച്ചത് കണ്ടപ്പോൾ എവിടെയൊക്കെ ബാലഗോപാലിനെ തുറന്നു കാട്ടാൻ കഴിയുമോ അതിൽ ഒരു ദയയും ഇനി കാണിച്ചുകൂടാ എന്നെനിക്ക് ബോധ്യപ്പെട്ടു. സാർവദേശികമായി കാലാതിവർത്തിയായി ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സമരമായിരിക്കും അത് ഇന്നലെയും ഇന്നും എന്നും. ബലികുടീരങ്ങളെ എന്ന് ജനഹൃദയങ്ങളിൽ നിന്ന് ഒഴുകി വരുന്ന വിപ്ലവ ഗീതത്തോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ പൊൻതിരികളാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ വെളിച്ചം തെളിച്ചത്. ഭരണത്തിലേക്ക് വലതുകാൽ വയ്ക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു നല്ല കണിക്ക് ഇതിൽ പരം എന്തു വേണം? VS പ്രകമ്പനം കൊള്ളിച്ച മൂന്നാർ പ്രക്ഷോഭം ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കടന്നുപോയ പടവുകളിൽ ഏറ്റവും അവസാന പാദത്തിൽ കേരളം സാക്ഷ്യം വഹിച്ച ചരിത്ര പോരാട്ടമാണ് ഈ പ്രക്ഷോഭം. അതിൻ്റെ വിജയം മുഖ്യമന്ത്രിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് G ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പതിറ്റാണ്ടുകളോളം പാർട്ടിയുമായും പാർട്ടി നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന സഖാവ് G ശക്തിധരന് പല കാര്യങ്ങളും അറിയാമെന്നുള്ളതാണ്. അദ്ദേഹം മുമ്പ് തന്നെ പല കാര്യങ്ങളെക്കുറിച്ചും ഇത്തരത്തിൽ എഴുതിയിട്ടുണ്ട്. ബാലഗോപാലിനെക്കുറിച്ച് അദ്ദേഹം ഇതുവരെ ഒരു വിമർശന ബുദ്ധിയുടെ കൂടെയോ അല്ലെങ്കിൽ മറ്റൊരു ആരോപണങ്ങളോ ഉന്നയിച്ചുകൊണ്ട് എഴുതിയിരുന്നില്ല. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത് ബാലഗോപാലിനെ ഇനിയും തുറന്നു കാട്ടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബാലഗോപാൽ ഭയക്കണം. കാരണം ഉണ്ടായിരുന്ന ക്ലീൻ ഇമേജ് ഇതോടുകൂടി നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇനി G ശക്തിധരൻ്റെ തൂലികയിൽ നിന്ന് എന്താണ് ഇനി പുറത്തു വരുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ.